ഹലോ ഗായ്സ്, ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഹെൽത്തി സാൻഡ്വിച്ചാണ്. ഇന്നലെ ബറാത്ത് നോമ്പ് ആയിരുന്നല്ലോ, അപ്പോൾ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതേനും. റംസാനിലേക്കുള്ള പ്രിപ്പറേഷൻ ആണല്ലോ, സോ ഹെൽത്തി ആയിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 മുട്ട, ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ, പിന്നെ കാശ്മീരി ചില്ലിയാണ് എടുക്കേണ്ടത്. ഞാൻ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് സാധാ മുളകും, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും, പിന്നെ എൻ്റെ എന്തെങ്കിലും പുടുക്ക ഇടണമല്ലോ, ആണ് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ 10-15 മിനിറ്റ് സ്റ്റീമിൽ വേവിച്ചതിന് ശേഷം മുട്ടയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും വറ്റൽ മുളകും ലേശം കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് നല്ല പുളിയുള്ള തൈരും കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ അടിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് ഗൈസ്, ട്രസ്റ്റ് മീ. പിന്നെ നേരത്തെ നമ്മൾ ആവിയിൽ വേവിച്ച ചിക്കൻ നല്ലപോലെ ഷ്രെഡ് ചെയ്തിട്ട് ഞാൻ ഉള്ളി, ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കം ഇത്രയാണ് എടുത്ത് അത് നമ്മൾ സോസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാം. പിന്നെ എന്താക്കുക, ഒരു വൈറ്റ് ബ്രെഡിലേക്ക് ഇത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് ലേശം ഗീ സ്പ്രെഡ് ചെയ്തിട്ടുള്ള പാനിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇവിടെയും ഓയിൽ സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യട്ടോ, ഞാൻ പിന്നെ കുറച്ച് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ആക്കി. ട്രസ്റ്റ് മീ ഗൈസ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ സാധാ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലപോലെ ഓയിൽ കുളിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനും, പക്ഷേ എന്താണ് ബെറ്റർ ഹെൽത്തി വേർഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നോമ്പൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി വേർഷൻസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ, ബൈ.